ഹായ് ഫ്രണ്ട്സ്, എല്ലാ സമയവും ഓണം റിലീസാകുമ്പോൾ വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ പ്രാവശ്യവും അത് തെറ്റിക്കുന്നില്ല. വലിയ 3 സിനിമകൾ തന്നെയാണ് ഇറങ്ങുന്നത്. ഇത്തവണ 3 പടങ്ങളും നല്ല പടങ്ങളാണ്. വൺ ഈസ് ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം, മറ്റേത് പൃഥ്വിരാജ് വൈശാഖ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഖലീഫ, അടുത്തത് ബത്ലഹേം കുടുംബ യൂണിറ്റ്. 2 എണ്ണം ആക്ഷൻ ജാനറാണ്, 1 എണ്ണം ഫാമിലി ജാനർ. ആ 3 എണ്ണത്തിനും ഇവിടെ സ്പേസ് ഉണ്ട്. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു അണ്ടർ ഡോഗ് ആയി വന്നൊരു ഹിറ്റടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം 2 ആക്ഷൻ ജാനറുകൾ തമ്മിൽ തല്ലുപിടിക്കുമ്പോൾ അതിൻ്റെ സൈഡിലിരിക്കുന്ന ഫാമിലി സിനിമയ്ക്ക് ആളുകൾ വരാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ് എന്നാണ് സുരേഷ് ഷാനായിയുടെ വാക്കുകൾ പറയുന്നത്. ദുൽഖർ ചിത്രം ഐ ആം ഗെയിം, പൃഥ്വിരാജിൻ്റെ ഖലീഫ, നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നിവയാണ് ഇത്തവണ ഓണം റിലീസുകൾ. നഹാസ് ഫിദായത്ത് ഒരുക്കുന്ന ഐ ആം ഗെയിം 2026 ഓഗസ്റ്റ് 20 തിയേറ്ററുകളിലേക്ക് എത്തും. ദുൽഖറിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായാണ് ഐ ആം ഗെയിം ഒരുങ്ങുന്നത്. വേഫർ ഫിലിംസിൻ്റെ ബാനറിൽ ദുൽഖർ സൽമാൻ, ജോം വർഗീസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം രചിച്ചിരിക്കുന്നത് ഷഹബാസ് റഷീദും ആദർശ് സുകുമാരനും ചേർന്നാണ്. പൃഥ്വിരാജ്, വൈശാഖ്, ജിനു എബ്രഹാം കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഖലീഫ ഓഗസ്റ്റ് 20 ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. മാമ്പറക്കൽ അമീർ അലി എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി ചിത്രത്തിൽ അതിഥി താരമായി മോഹൻലാലും എത്തുന്നുണ്ട്. ഗിരീഷ് ഏടി ഒരുക്കുന്ന നിവിൻ ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ് ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തും. മമിത ബൈജു ആണ് ചിത്രത്തിൽ നിവിൻ്റെ നായിക. ഭാവന സ്റ്റുഡിയോസും നിവിനും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. റൊമാൻറ്റിക് കോമഡി ഗണത്തിൽ പെടുത്തുന്ന ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രാമലു എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ഗിരീഷ് ഏടിയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നത്. കലാമൂല്യവും ജനപ്രിയവുമായ സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ബാനറായ ഭാവന സ്റ്റുഡിയോസിനോടൊപ്പം നിവിൻ ആദ്യമായി ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയിലാണ്. ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന 6ാമത്തെ ചിത്രം കൂടിയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. സിനിമയുടെ ഒരു ചെറിയ ഗ്ലിംസ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഗ്ലിംസ് എന്ന് പറയാൻ കഴിയില്ല, അതുപോലൊരു ചെറിയൊരു ഐറ്റം. അത് കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. അതുപോലെ തന്നെ പൃഥ്വിരാജ് നായകനാവുന്ന ഖലീഫ എന്ന സിനിമയുടെ ഒരു ലിറിക്കൽ സോങ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. ഇതുപോലുള്ള പുതിയ പുതിയ സിനിമകളുടെ പുതിയ പുതിയ അപ്ഡേറ്റുകളുമായി വരുന്നത് വരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത്